some show, infinite spark. Welcome to Midnight. ഇന്നെല്ലാവരും ഇന്റർനെറ്റിന്റെ ലോകത്താണ്, സോഷ്യൽ മീഡിയയുടെ ലോകത്താണ്. എല്ലാവരുടെ കയ്യിലും ഫോണും കാര്യങ്ങളും ഒക്കെയുണ്ട്. ടെക്നോളജി ഡേ ബൈ ഡേ ഓരോ ദിവസം ചെല്ലുന്തോറും വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോരോ പുതിയ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ സൊസൈറ്റിയെയും സമൂഹത്തെയും ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഓരോരോ കാര്യങ്ങൾ നമുക്കിതിലൂടെ എളുപ്പമായിട്ട് മാറാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തന്നെ എളുപ്പമാക്കിയിട്ട് ഓരോരോ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ ഒരു AI വന്നതിനെ തുടർന്ന് ഒരുപാട് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാനിടയായി. AI ജനറേറ്റഡ് വീഡിയോസ് ആണ്, ഫോട്ടോസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് അനുമോളുടെ ഒരു AI ഫോട്ടോ, അതായത് അനുമോളുടെ ഒറിജിനൽ ഫോട്ടോയെ എഡിറ്റ് ചെയ്തുകൊണ്ട് നല്ല വൃത്തിക്ക് വളരെയധികം അപമാനിച്ചുകൊണ്ട് അനുമോളുടെ ഒരു ഫോട്ടോ ഇവര് പുറത്ത് ഇറക്കിയിട്ടുണ്ട്. AI ജനറേറ്റ് ചെയ്തിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടാല് ഒരാൾ പോലും പറയില്ല ഇത് AI ആണെന്ന്. ഒറിജിനൽ തന്നെയാണെന്നേ നമ്മളൊക്കെ വിശ്വസിക്കുള്ളൂ. നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഒന്ന് കണ്ടു നോക്കൂ. ഇത് ഒറിജിനൽ അല്ലാന്ന് ഒരാൾ പോലും പറയില്ല. കാരണം അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സാധാരണ ഒരു ഫോട്ടോ അത്രയധികം പെർഫെക്ഷനോട് കൂടിയിട്ട് AI മൂലം ഇങ്ങനെ ഒരു പ്രൊഫഷനോട് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു AI വർക്ക് ചെയ്യുന്ന ആള് ചില്ലറക്കാരനല്ല. അത്ര അടിപൊളിയായിട്ടാണ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് അനുമോൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്താ പറയാ, ഇതൊരു വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നും അല്ല. കാരണം നമ്മൾക്ക് അത്യാവശ്യം ബോധവിവരമുള്ള ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന കുറച്ച് ഈ ഒരു ടെക്നോളജിയുമായിട്ട് നോളജ് ഉള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം അനുമോൾ ഇത്തരം തരത്തിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും ധരിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു AI ജനറേറ്റഡ് വീഡിയോ ആണെന്നുള്ളത് ഒരുപറ്റം ആളുകൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് സംശയത്തോട് കൂടിയിട്ട് കാണുന്ന ഒരുപറ്റം ആളുകളും നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ട്. കാരണം അത്രയധികം പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോ ചെയ്തു വെച്ചിട്ടുള്ളത്. അനുമോളുടെ മാത്രമല്ല, മോസ്റ്റ് ആയിട്ട് പല ഹീറോയിൻസിന്റെയും ഇങ്ങനെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഓരോരോ പേജുകളിലായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മനോരോഗം, അതായത് ഇതിലൂടെ ഒരു മനസ്സുഖമാണെന്ന് തോന്നുന്നു. ലൈംഗിക ദാരിദ്ര്യം ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ ഓരോരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അവര് കാണുമ്പോൾ കമന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയിൽ ഇവരൊരു മനസ്സുഖം സംതൃപ്തി കണ്ടെത്തുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചുരുക്കി പറഞ്ഞാല് കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എത്രയൊക്കെ പുരോഗമന ചിന്താഗതിയുള്ള ഒരാളാണെങ്കിലും അവര് ഇങ്ങനെയൊരു ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലെ ദാരിദ്ര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. വീട്ടിലുള്ള അമ്മയും പെങ്ങളെ വരെ അവർ ഈ ഒരു കണ്ണിലൂടെ ആയിരിക്കും കാണുന്നത്. ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടാൽ, ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടാൽ എങ്ങനെയുണ്ടാകും, അമ്മയുടെ ഇവിടം കണ്ടാൽ എങ്ങനെയുണ്ടാകും, പെങ്ങളുടെ ഇവിടം കണ്ടാൽ എങ്ങനെയുണ്ടാകും എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI വന്നതോട് കൂടിയിട്ട് ഒരുപാടധികം ഈ ഒരു ടെക്നോളജി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ എന്താ പറയാ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. മോസ്റ്റും ഇത് ഷോർട്ട് ഫിലിം അങ്ങനെയുള്ള ഏരിയകളിലാണ് ഈ ഒരു AI നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. കാരണം നമ്മൾ എത്രയോ അധികം ലക്ഷങ്ങളും കോടികളും ഒക്കെ മുടക്കി ചെയ്യേണ്ട വിഷ്വൽസ് AI മൂലമായിട്ട് കുറഞ്ഞ പൈസയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ടെക്നോളജിയാണ് ശരിക്കും ഈ ഒരു AI. നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് AI ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത് ദുരുപയോഗം ചെയ്യാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയും ഉണ്ട്. ഇത് നമുക്ക് വളരെയധികം ഗൗരവമായിട്ടെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ കാലത്ത് ഫോണും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഓരോരുത്തർക്ക് പിക്ചറും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറും ഇൻസ്റ്റാഗ്രാമിൽ ഏതൊരു സാധാരണക്കാലം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പിക്ചർ പോസ്റ്റ് ചെയ്യാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ മാനസിക ദാരിദ്ര്യം, അതായത് ലൈംഗിക ദാരിദ്ര്യം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ആളുകളുടെ കയ്യിൽ നമ്മുടെ ഫോട്ടോസ് കിട്ടിയാലും അതുകൊണ്ട് ഇതുപോലത്തെ ഫോട്ടോസും ഇതുപോലത്തെ നേക്കഡായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അവർക്ക് AI മൂലം ചെയ്ത് പുറത്തിറക്കാൻ കഴിയും എന്നുള്ളതാണ്.
സാധാരണക്കാർക്ക് ഇതൊരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അവര് മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു പോകാനുള്ള എല്ലാ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതിന്റെ പേരിൽ, അതായത് നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ലീക്കായി എന്നുള്ള കാരണത്തുകൊണ്ട് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തതും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് സാധാരണക്കാരനെ തള്ളിവിടാനും ഈ ഒരു ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ കഴിവുണ്ട്. സോ നമ്മളെല്ലാവരും ഈ ഒരു സംഭവത്തെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. AI ജനറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു ചേരാം എന്നുള്ള ഒരു മുൻനോക്കത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. ഇതിൽ പതറരുത്. കാരണം ലൈംഗിക ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള കുറച്ച് തലതെറിച്ച ആൾക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തേക്ക് വിടുന്നത്. അതില് ഒട്ടും നമ്മൾ പതറി പോവാതിരിക്കുക. നമ്മൾ ഇങ്ങനെയുള്ള ഒരു ടെക്നോളജി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ ഒരു വീഡിയോ. അപ്പം എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നതായിരിക്കും. ബൈ.